ഇപ്പം വീട്ടുകാർ പിടിച്ചിട്ടാണല്ലോ അവരറിഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ്. അതല്ലാതെ നിങ്ങൾ മനസ്സുകൊണ്ട് ഇതാ ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഇഷ്ടത്തിലാണ് മനസ്സുകൊണ്ട് ഒരു മൂന്നാമതൊരു വ്യക്തിയോട് പറഞ്ഞത് ആരോടാ? ആരോടായിരിക്കും പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്തതാ? എന്ന് വെച്ചാൽ പറയണമെന്ന് തോന്നി, ആ വ്യക്തി അറിയണം. ബാക്കിയെല്ലാം നിങ്ങളിപ്പോ പേരൻസ് ആയാലും എല്ലാവരും ഈ ഫോൺ കോൾ ഇതൊക്കെ പിടിച്ച് അങ്ങനത്തെ ഇതാണ്. പക്ഷെ നിങ്ങൾക്കായിട്ട് തോന്നുന്നു, ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമൊക്കെ സ്കൂൾ ടൈമിൽ ഭയങ്കര പേടിയായിരുന്നു ഫ്രണ്ട്സിനോട് പറയാൻ അവർ അക്സെപ്റ്റ് ചെയ്യുമോന്നൊക്കെ. ഇപ്പൊ നിങ്ങൾ കോളേജ് ലൈഫിലേക്ക് നാട്ടിലേക്ക് വന്നു, നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിയോട് ഓപ്പൺ ആയിട്ട് പറയാം എന്ന് തോന്നി അങ്ങനെ പറഞ്ഞൊരു വ്യക്തി ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ? ഞാൻ എന്റെ കോളേജിലെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് എല്ലാവരും മൂന്നാല് പേര്. ഒരാളോടെ ഞാൻ കൂടുതൽ പറഞ്ഞത്. അപ്പൊ ബാക്കി ഒരാളും കൂടെ ഞാൻ പറഞ്ഞു. അപ്പൊ അവളും ഓക്കെ ആയിരിക്കും എന്നുള്ളതിൽ പറഞ്ഞു. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവളോടൊക്കെ സംസാരിക്കുമായിരുന്നു അവരൊക്കെ. അവർ ഫസ്റ്റ് കണ്ടപ്പോ അവരുടെ എക്സ്പ്രഷൻ എന്ത് അഡ്വൈസ് അല്ലെങ്കിൽ എന്താ? അവർക്ക് കോളേജിൽ പോകുമ്പോ ആ ടൈമില് വേറെ കുട്ടിയുടെ ഫോൺ വാങ്ങി ഞാൻ ഇവളൊരു 10 മിനിറ്റ് രാവിലെ ഇവളവിടെ നിന്ന് ഇറങ്ങുന്ന കോളേജിൽ ഇറങ്ങുന്ന ഒരു സമയം കറക്റ്റ് ആണെങ്കിൽ ഇവള് എടുക്കും. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ വിളിക്കലുണ്ട്. അപ്പൊ എപ്പോഴും അവരുടെ ഫോൺ കൊണ്ടുവരുമ്പോഴാണ് നൂറനെ വിളിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അവരത് പ്രതീക്ഷിച്ചതാണ്. പറഞ്ഞപ്പോ അവർക്ക് കൺഫേം ആയി. ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഫ്രണ്ട്സ് ആയിട്ട് കണക്ഷൻ ഉണ്ടോ? കണക്ഷൻ ഉണ്ട്, എപ്പോഴും അല്ല, പക്ഷെ എന്നാലും നമ്മള് കണക്റ്റഡ് ആണ്. എനിക്ക് പറയാന് അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ലൈക് പാരന്റ്സ് അറിഞ്ഞതാണ്, അല്ലാണ്ട് ഞാൻ പോയി പറഞ്ഞതല്ല. ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ. അതിനുശേഷം വീണ്ടും 3 ഇയേഴ്സിന് ശേഷം വീണ്ടും നിങ്ങളെ വീട്ടിൽ വീണ്ടും പൊക്കി. അത് നൂറയുടെ പാരന്റ്സ് തന്നെയാണ് പൊക്കലും അടിമേടിക്കല്. ഞാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇവള് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ ഒരു വിവരമില്ലായ്മ കൊണ്ട് പിടിക്കുന്നു. എന്നിട്ട് ഇവളെ വീട്ടിൽ പ്രശ്നമാവുന്നു. ഇവക്ക് കുറെ സ്ട്രഗിൾ ആവുന്നുണ്ടായിരുന്നു, എനിക്കും വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, ഒരു കെയർലെസ്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കെയർലെസ്നെസ് അല്ല, ഉമ്മാക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഒരു വട്ടം ഡൗട്ട് പിടിച്ച പിന്നെ ആ ഒരു ഇതുണ്ടാവുമല്ലോ. ചാറ്റ് ചെയ്യുമ്പോൾ എന്റെ വീട്ടിലെ സംശയം തുടങ്ങി. ഇങ്ങനെ ഫോൺ പിടിക്കുകയാണെങ്കിൽ നൂറക്ക് മെസ്സേജ് അയക്കാനാണ്. അപ്പൊ ഞാൻ ഒരു ചേച്ചി ചാറ്റ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഉമ്മമാരെ പിടിച്ചു. ഓക്കെ. ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇപ്പൊ ഞാൻ ന്യൂസും ഇതെല്ലാം വായിച്ചപ്പോഴത്തേനും നിങ്ങളെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലാക്കിയത് നൂറയുടെ പേരൻസ് ഭയങ്കരമായിട്ട് ആദിലയുടെ പേരൻസിനോട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മാറണം. ഇപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആദിലയുടെ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നോ? നൂറയുടെ ഫാമിലിയും കൂടെ സപ്പോർട്ട് ആയിരുന്നെങ്കിൽ ആദിലയുടെ പേരൻസ് സപ്പോർട്ട് ചെയ്യുമായിരുന്നോ? എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. ഇവയുടെ കാര്യം ലൈക്ക് അവിടെ റിലീജിയന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മള് റിലീജിയൻ മാറ്റി വെച്ചിട്ട് ഒരു മനുഷ്യനായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ എല്ലാവരും ഇവിടത്തെ ഇത് എങ്ങനെയെങ്കിലും ആ ഒരു സെറ്റ് ഓഫ് റൂൾസിലൂടെ ജീവിച്ചിട്ട് വേറെ ജീവിതത്തിലാണല്ലോ, പരലോകത്തെ ജീവിതത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു. അതൊരു സെറ്റ് ഓഫ് ആൾക്കാരുടെ വിശ്വാസം, അതിലൊന്നും പറയാൻ പറ്റൂല. അത് മാത്രമല്ല, ഫാദറും ഭയങ്കര മെയിൽ ഷോവിനിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഇവൻ നമ്മൾ പുറത്ത് പഠിച്ചോണ്ട് നാട്ടിലോട്ട് വന്നപ്പോൾ ഡോക്യുമെന്റ്സിൽ കുറച്ച് പേരൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ജോലിക്കൊക്കെ ഇതാകണ എനിക്ക് പേരെല്ലാം കറക്റ്റ്, എനിക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ക്ലിയർ ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ അക്ഷയയിലൊക്കെ പോകുമ്പോൾ നീ എന്തിനാ അതൊക്കെ പേരൊക്കെ മാറ്റണം, എന്തായാലും കല്യാണം കഴിക്കാൻ പോണേട്, ജോലിക്കൊന്നും പോകില്ല, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ഉള്ളൊരു കല്യാണം എന്നല്ലാതെ വേറെ ഒരു ഇതില്ല മൈൻഡില്. അതിന്റെ എക്സ്ട്രീം ആയിരുന്നു. എന്നെ കെട്ടിക്കാൻ വെച്ച ഒരു വസ്തു തന്നെയായിരുന്നു. ഓക്കെ, ഐ വാസ് ജസ്റ്റ് ആൻ ഒബ്ജക്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ലൈക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത്, എന്നെ കാണിക്കുന്നത്, ആൾക്കാരെ കൊണ്ടുവരുന്നത് കാണിക്കുന്ന ആ ഒരു സെയിം പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് 3 ഇയേഴ്സ്. എങ്ങനെയോ ആണ് സ്ട്രഗിൾ ചെയ്ത് പോകുന്നത്. ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ബൈ ദ വേ. ഒരുപാട് ഈ സ്ട്രഗിൾ ചെയ്തതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും ആ മുറിവ് പോവത്തില്ല. നിങ്ങൾക്ക് ഇനി എത്ര ഹാപ്പിനെസ് നിങ്ങൾ എത്ര അച്ചീവ് ചെയ്താലും ആ മുറിവ് എപ്പോഴും മനസ്സിലുണ്ടാവും. അങ്ങനെ ഒരു മുറിവ് ഉണ്ടോ നിങ്ങളുടെ മനസ്സില്? അതെ, ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഞങ്ങളെ റിലേഷൻഷിപ്പിന്റെ മാറ്ററിൽ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പാരന്റ്സ് തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു ചാൻസ് കൊടുത്തു. ഓക്കെ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അസ്. ഞങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ പറയുന്ന തൊട്ട് ഞങ്ങൾക്ക് ആവാൻ പറ്റൂല. ഓക്കെ, എനിക്കിപ്പോൾ ഇവളെ ഇഷ്ടമാണ്, ഇവക്ക് എന്നെ ഇഷ്ടമാണ്. അതുപോലൊരു തെറാപ്പി തന്നിട്ടോ ഡോക്ടറെ കാണിച്ചിട്ടോ ഒന്നും നേർക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദാറ്റ് ഇസ് നോട്ട് സംതിങ് ടു ബി ഡൺ.
അപ്പോ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഒരു ചാൻസ് കൊടുത്തു. പിന്നെ അവിടെ ഞങ്ങൾ ചാൻസ് കൊടുത്തെന്ന് പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും. നമ്മളങ്ങനെ മക്കള് ചാൻസ് കൊടുത്ത് അങ്ങനെയല്ല. പാരന്റ്സിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു ഇത് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവരാ വെറുപ്പിച്ച് മീഡിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത ഒരു ഇതേ അല്ലായിരുന്നു. ഓക്കെ, ഞങ്ങൾ അതൊന്നും ഇല്ലാണ്ട് ഫുള്ളി ഓപ്റ്റ് ഓക്കെ ഞങ്ങള് മുന്നോട്ട് പോവാം, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് അസ്, ഞങ്ങളത് പാടു നോക്കി ഞങ്ങൾ ജീവിച്ചോളാം, ജോലി ചെയ്ത് ആർക്കും ഒരു ശല്യമില്ലാണ്ട് ഞങ്ങൾ ജീവിച്ചോളാം. അതൊന്നും കേൾക്കാണ്ട് പിന്നെയും ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കി. അത് വലിയൊരു മുറിവായിരുന്നു. അതെപ്പോ ഇതാക്കിയാലും മാറില്ല. ഇപ്പൊ നിങ്ങൾ 12th വരെ സൗദിയിലായിരുന്നല്ലോ, അപ്പൊ ഈ കേരളത്തിലത്തെ ലോസിനെ പറ്റി, ഇവിടത്തെ ഇങ്ങനെയൊക്കെ പോയ ഇങ്ങനത്തെ ഒരു നിയമസഹായം ഉണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോളജ് തന്നത് ആരാണ്? കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നോളജ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരല്ല, നമ്മൾ കുറെ റീസെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ കാണുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, ഇന്റർനെറ്റിലും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ അതിനൊന്നും തീരെ ഐഡിയ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇത് മാത്രമേ ഉള്ളൂ കാണുന്നത്, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ചിങ്ങനെ റീസെർച്ച് ഒക്കെ ചെയ്ത് വന്നപ്പോ അത് കുഴപ്പമൊന്നുമില്ല, ലീഗലൈസ് ചെയ്തിട്ടാണ്. നമ്മളും കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തി, അങ്ങനെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ആണല്ലോ, അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ ഇത്രയും പൂട്ടിട്ട്, അപ്പൊ എങ്ങനെ ഒരു ഫസ്റ്റ് ഒരു മീഡിയ അപ്രോച്ചിലേക്ക് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം? കാരണം പേരൻസിന്റെ കണ്ണു വെട്ടിച്ച് വേണമല്ലോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇവളാണ് ഫസ്റ്റ് ലൈക് മീഡിയയിലൊരു ഞാൻ ആക്ച്വലി FB ഒരു വീഡിയോ ഇട്ടതാ ഇൻസ്റ്റാഗ്രാമില്. അതിനുശേഷമാണ് നമ്മള് മീഡിയയിലോട്ട് പോകുന്നത്. അപ്പൊ അവിടെ വന്നു, ലൈക്ക് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു പണ്ട് കേട്ടോ. അതെ, ഭയങ്കര എന്തോ പോലെയായിരുന്നു എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര അങ്ങനത്തെ ഒരു ഇതില്ലേ, കയക്കാനോ വെറുതെ ഒരു ഇങ്ങനെ എടുക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അപ്പ ആ ഒരു നേരത്ത് എനിക്ക് എന്ത് സ്ട്രെങ്ത്തിലാണ് ഞാൻ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല. ലൈക്ക് ഇത്രത്തോളം അതിന്റെ ഇടയ്ക്ക് ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ആ ഒരു ടൈമില്. പിന്നെ പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട്, എളാപ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മോശമായിട്ട് നമുക്ക് ഹോട്ടലിൽ പോവാൻ, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വിചാരം ഒരു കൂടെ കിടന്ന എന്തോ മാറും എന്നുള്ളൊരു സംഗതി. ഇതൊക്കെ നമ്മൾ കേട്ടും ഇത്ര അനുഭവിച്ച് വന്ന് നിൽക്കുമ്പോ എന്ത് സ്ട്രെങ്ത്തിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നെ അങ്ങനെ ഷേപ്പ് ചെയ്ത് എനിക്കത് പറയാനുള്ള ഒരു സ്ട്രെങ്ത് തന്നതും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ആ ന്യൂസിലൊക്കെ ഭയങ്കര മെച്യൂർഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അതിലാണ് ഏറ്റവും കൂടുതൽ. കാരണം നൂറേനെ ഇല്ലായിരുന്നല്ലോ, അപ്പൊ ഭയങ്കര മെച്യൂർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ ആ ന്യൂസ് വായിച്ചപ്പം ഒരുപാട് പേര് കമന്റ്സ്, ഇപ്പം ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂസ് ചെയ്യുമ്പോഴത്തേനും ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും അടിയിൽ കമന്റ്സ് വരുമല്ലോ, നിങ്ങൾക്ക് ഇരുന്ന് ചിരിക്കാം, സ്വന്തം കുടുംബത്തിൽ വന്നാലാണ് ആ വേദന അറിയുള്ളൂ എന്നാണ് എല്ലാ ഇന്റർവ്യൂസിന്റെ അടിയിലും ഞാൻ കണ്ടത്. ഇപ്പൊ ഏതൊരു അവതാരിക പറഞ്ഞാലും നിങ്ങൾക്ക് ഇവരെ ഇത് ചെയ്യാം, സ്വന്തം കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് നിങ്ങളും കണ്ടിട്ടുണ്ടാവൂലേ ഇപ്പൊ ഓരോ ഇന്റർവ്യൂസിന്റെ തന്നെ. അപ്പൊ അങ്ങനെ കമന്റ്സ് ഇടുന്നവരോട് എന്താ പറയാനുള്ളത്? ഇതിൽ വരുന്നത് ഇത് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വന്നത് ഞങ്ങൾക്കേ അറിയുള്ളൂ, അവർക്ക് എങ്ങനെ ഇരുന്ന് പറയാം. ഇപ്പൊ ഞാനും ഇവിടെ ഗോത്രൂ ചെയ്ത് രണ്ടും എന്റെ ഡിഫറെന്റ് സാധനമാണ്. ഒരുമിച്ചുള്ളപ്പോൾ അത് ഗോത്രൂ ചെയ്ത് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മൾ എഫക്ട് ചെയ്യുന്നത് ഡിഫറെന്റ്ലി ആയിരിക്കും. അപ്പൊ അത് ഇങ്ങനെ ആൾക്കാർക്ക് കമന്റ് ചെയ്യാം. ഇപ്പോഴും ഞങ്ങളെ സം പാർട്സ് ആർ മിസ്സിംഗ്, അങ്ങനെയാണ് പറയാം. വി ആർ നോട്ട് കംപ്ലീറ്റ് കാരണം ട്രോമ എഫക്റ്റഡ് ആണ്. ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾക്ക് സ്ട്രഗിൾ ആയി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ഞങ്ങളെ എഫക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതും ഞങ്ങളതൊന്നും ഓവർ എക്സ്പ്രസ് ചെയ്യാറൊന്നുമില്ല, യൂട്യൂബിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഞങ്ങൾ ഓവർ അത് പറഞ്ഞ് കരച്ചില് വീഴ്ചില് അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമല്ല. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, വി ജസ്റ്റ് ഹാവ് ടു മൂവ് ഓൺ, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്നുണ്ടല്ലോ നിങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവണം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ലൈക്ക് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരെ വീട്ടിലാണെങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്താക്കും, കൊല്ലുവോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇവര് കൊല്ലുവോ? കൊല്ലാണ് കൊല്ലട്ടെ, എന്നാ പിന്നെ അതിന്റെ നിയമത്തിന്റെ സ്ട്രഗിൾ ചെയ്യണ്ടല്ലോ. കൊന്നോട് പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവർക്ക് ആ ഗിൽറ്റ് വെച്ചിട്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിക്കട്ടെ. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഒന്നിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സൂയിസൈഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിയിരുന്നോ? എന്ത് തന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നാലും അത് നല്ലോണം എന്തെങ്കിലും കാണിച്ച് നമ്മളത് ഇതാക്കിയിട്ട് നമുക്ക് ഒരുമിക്കണം എന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. സൂയിസൈഡ് അങ്ങനെ ഒന്നുമില്ല, എന്ത് വന്നാലും ഒരുമിക്കണം. ഇപ്പൊ എന്നെ തട്ടിക്കൊണ്ടുപോയ ടൈമിലും ഞങ്ങൾ ഒരുമിച്ചാവുന്നുള്ള ആ ഒരു തോട്ട് ഞങ്ങൾക്ക് 10% കൂടെ ഇല്ലായിരുന്നു. ലൈക്ക് there is no chance. ഞാൻ എവിടെയോ ആണ്, എന്നെ ആർക്കും അറിഞ്ഞൂടാ, ഞാനൊരു റൂമിന്റെ ഉള്ളിലാണ്, nobody knows where I am. ഇവക്കും അറിഞ്ഞൂടാ, ഇവക്ക് ഫോൺ കിട്ടുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ, ഇവളെവിടാന്ന് അറിഞ്ഞൂടാ, അപ്പൊ ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിലായിരുന്നു.
അപ്പൊ ആ സമയത്ത് അറിയുന്നുണ്ടോ നൂറ ഇവിടെ ഇങ്ങനെ മീഡിയയിൽ ഇടുന്നുണ്ട്, മീഡിയ ചാനലിൽ ഇന്റർവ്യൂ, അല്ല സോറി അതിലിങ്ങനെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ന്യൂസ് മാത്രം കിട്ടുന്നുണ്ട്. മോളോട് പറഞ്ഞത് ഞാൻ ഇവളുടെ ലോഞ്ചറീസ് ഉള്ള പിക്ക് എന്ത് എക്സ്പോസ് സംഭവം ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഭയങ്കര മോശമാക്കിയിട്ടാണ് എന്നോട് വന്ന് പറയുന്നത്. Okay. സോ വാട്ട്, ഞാൻ അവളുമായിട്ട് പിരിയുമല്ലോ, എനിക്ക് ഭയങ്കര ബാഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാന് ലൈക് പിരിയുന്നൊക്കെയാണോ ദേഷ്യം കയറ്റാൻ വേണ്ടിട്ട്. ബട്ട് ഐ നോ റൈറ്റ് വാട്ട് ഷീ ഈസ്. അതാണ് ഏറ്റവും വലിയ ഒരു സ്ട്രോങ്. അല്ലെങ്കിൽ ഒന്ന് ഈ പാരന്റ്സ് ഇപ്പൊ നൂറ് എന്താ എന്ന് അറിയുന്നില്ലല്ലോ, പുറത്ത് എന്താണ് ആദില ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ന്യൂസ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നില്ല. പാരന്റ്സ് പറയുന്നത് മാത്രമാണ് കേൾക്കുന്നുള്ളൂ അല്ലെ. പാരന്റ്സ് അങ്ങനെ ഒരു ഗെയിം ഇടയ്ക്ക് കളിച്ചായിരുന്നല്ലേ? പാരന്റ്സ് മാത്രല്ല, റിലേറ്റീവ്സും ഒരു സെറ്റ് ഓഫ് Relatives അവിടുത്തെ ഒരു ഫാമിലി ഭരിക്കുന്നത് പെണ്ണുങ്ങളാണ്. അവരാ ആണുങ്ങൾക്ക് അത്ര റോളില്ല. അപ്പൊ ആ ഒരു ഇതില് മൂത്തുമ്മയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഇവരൊക്കെയാണ് നമ്മുടെ ഈ ഡാഗിനിയും കുട്ടീസ് എന്നൊക്കെ പറയൂലേ, അങ്ങനത്തുള്ള സംഭവങ്ങള് ഓലാണ് നല്ല റോൾ. ഇപ്പൊ എനിക്ക് കൺവേർഷൻ തെറാപ്പി ഇല്ലേ, അതൊക്കെ തന്നാൽ ശരിയാവും, അല്ലെ ഡോക്ടറെ കാണിച്ചാൽ ശരി. എന്തോ ഭാഗ്യത്തിന് അതിന്റെ വേർഡ്സ് ഒന്നും എത്തിയില്ല, എന്തോ എന്റെ ഭാഗ്യത്തിന്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഫെക്ഷനും കാര്യങ്ങളൊക്കെ മാറുമോ? എങ്ങനെയാ അത്? അറിയൂല, അങ്ങനെ ചെയ്താൽ മാറൂല. ടു ബി ഫ്രാങ്ക്, എനിക്ക് അറിയാൻ പാടില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മേ ബി നമ്മളെന്തോ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഫോർ ദാറ്റ് ടൈം ബീങ് ഓർ സംതിങ് നമ്മളെ മറപ്പിക്കാൻ മതി, ബട്ട് നോട്ട് ഫോർ എ ലോങ് ടൈം, യുനോ. അത് അങ്ങനെ തോന്നുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, നിങ്ങൾ ഇത് മാത്രല്ല ഈ ഒരു ടോപ്പിക്കിലല്ല, അപ്പോൾ നിങ്ങൾ ചെറുപ്പം മുതലേ കുറച്ച് എന്താ പറയാ ഫ്രീഡം അനുഭവിക്കാത്ത ആൾക്കാരാണ്. ഒരുപാട് റെസ്ട്രിക്ഷൻസ്, അതിൽ തന്നെ പറഞ്ഞ 8th സ്റ്റാൻഡേർഡിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ തോന്നി. അപ്പൊ അങ്ങനത്തെ സ്റ്റോറീസ് നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. അല്ലാതെ ഈ ഒരു വിഷയം സ്പ്രെഡ് ആയപ്പോ ഒരുപാട് പേര് പറഞ്ഞത് ഇത്രയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ഇത്രയും പൊന്നുപോലെ നോക്കി, അവർക്ക് അവരുടെ സ്വപ്നങ്ങളുണ്ട്, അതെല്ലാം തകർത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പോർട്രേറ്റ് ചെയ്ത് അങ്ങനെ മനസ്സിലാക്കിയേക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്കാണല്ലോ നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഒക്കെ, നിങ്ങൾ Q&Aയിലാണ് ഏറ്റവും കൂടുതൽ സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നവരോട് എന്താണ് പറയുന്നത്? ഇപ്പൊ എല്ലാരും പറയുന്നത് ആ മാതാപിതാക്കളുടെ കണ്ണുനീര്, അല്ലെങ്കിൽ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി അവർക്കും ഒരു സ്വപ്നം ഇല്ലേ, അങ്ങനെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരോട് എന്താ പറയുന്നത്? അവര് പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട്, പറയുന്നത് വാങ്ങി തന്നു, അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല. അവര് പഠിപ്പിച്ചോണ്ട് ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല. അതൊക്കെ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ബേസിക് നെസസിറ്റീസ് ആണ്. ഓക്കെ, ഇപ്പൊ ഓൾക്ക് ആ കുട്ടീനെ വേണ്ടെങ്കിൽ ഓൾക്ക് അത് വേണ്ടാന്ന് വെച്ചാൽ മതിയായിരുന്നല്ലോ, എന്നാ പിന്നെ അത് പ്രൊവൈഡ് ചെയ്യണ്ടല്ലോ. അതിന്റെ കണക്ക് പിന്നെ നമ്മൾ വലുതായിട്ട് കേൾക്കേണ്ടി വരൂലായിരുന്നു. സോ അത് നമ്മൾ ഒരു കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പാരന്റ് എന്നുള്ള നിലക്ക്. അതിനൊരു പ്രൈസ് ടാഗ് കൊടുത്തിട്ട് ഓക്കെ ഞാൻ ഇത് തന്നതിന് എനിക്ക് തിരിച്ചു കിട്ടണമെന്ന്, അതെന്നാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ ആ കൊച്ചിനോട് എഴുതി വെച്ചത് ഇത് കച്ചവടമാണ്, നിനക്ക് ഞാൻ തരുന്നത് ഇന്ന പ്രൈസ് ടാഗിൽ നീ എനിക്ക് തിരിച്ചു തരേണ്ടതാണ്, ഇത്രത്തോളം അതൊക്കെ പറയണം. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ആര് കുഞ്ഞ് ജനിച്ചാലും നോക്കും ഇല്ലേ? നമ്മളൊരു പൂച്ചക്കുട്ടീനെ വളർത്തുന്നത്, നമ്മൾ അതിന് ഫുഡ് കൊടുക്കുന്ന, അതിന് കൊടുക്കണം, അത് സർവൈവ് ചെയ്യണമെങ്കിൽ കൊടുക്കണം, അതിനെന്തെങ്കിലും വയ്യായികം വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് ഒന്നും കൂടെ റീതിങ്ക് ചെയ്യാനേ പറയാൻ പറ്റത്തുള്ളൂ. അവരെ മക്കളെ ഓർത്തിട്ട് സഹതാപ തോന്നുന്നത്, പാവന്ന് തോന്നുന്നുണ്ട്. ഏത് പോയിന്റിലാണ് അതിലേക്ക് ഷെൽട്ടർ ഹോമിലേക്ക് ചേഞ്ച് ചെയ്യാം? എന്നെ വീട്ടുകാർ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്തോണ്ടിരിക്കണം. ഒരുപാട് പ്രാവശ്യം അതിലിപ്പോഴും കുറച്ച് സെന്റിമെന്റ്സ് ഉള്ള കൂട്ടത്തിലാ തോന്നണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഉമ്മേനെ വിളിക്കുക, അല്ലെങ്കിൽ ഉമ്മയല്ലേ, ചില വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാനാണ് പിന്നെ ഇവളോട് പറയുന്നത് ഉമ്മയല്ലേ പോട്ടെ എന്ന് ഇടയ്ക്ക് വിളിക്കുക. വീണ്ടും നിങ്ങൾക്ക് ആ ഒരു അബദ്ധം പറ്റൂല. അപ്പൊ ഇങ്ങനെ മാനിപ്പുലേറ്റഡ് ചെയ്യാണെന്നൊക്കെ ആ ഒരു പോയിന്റ് എപ്പോഴാണ് മനസ്സിലായത് ഷെൽട്ടർ ഹോമിലേക്ക് പോകാം, അങ്ങനെ ചേഞ്ച് ആവാന്ന്? ഇവളെ പിടിച്ചോണ്ട് പോയി. അതിനുശേഷം പോലീസ് വന്ന് അപ്പൊ അവിടെ ചെന്ന് സംസാരിച്ച് ഇങ്ങനെ അബ്യൂസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് പോലീസുകാരും വലിയൊരിത് കാണിക്കുന്നില്ല, എടുക്കണോ, നിനക്ക് താഴെ ഒരു അനീതി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പൊ ഞാൻ കേസ് എടുത്തിട്ട് അതപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ വിട്ടു. കാരണം എന്റെ ഫോക്കസ് എനിക്ക് നൂറേനെ കിട്ടണം. അവള് ബലായിട്ട് കൊണ്ട് അവള് ഓക്കെ എനിക്ക് നീയായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം പോവാന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, അവളുടെ കാര്യമാണ്, ഞാൻ പിന്നെ പോകത്തില്ല. ഇത് അതല്ല, പിടിച്ചോണ്ട് പോയേക്കാണ്. അപ്പൊ ആ ഒരു ഇതില് ഞാൻ പിന്നെ മറ്റേത് ഒന്ന് വിട്ടു. പിന്നെ എന്തായാലും നമുക്ക് രാത്രി ആകുമ്പോ എവിടെയെങ്കിലും പോകണം, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റില്ല. 8 ദിവസം പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഷെൽട്ടർ ഹോം വേണം, വീട്ടിലോട്ട് ഞാൻ പോവില്ല, എനിക്ക് അവിടെ പറ്റില്ല പറഞ്ഞു. അവിടെ അപ്പുറത്ത് ഫാദറൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവരെ അബ്യൂസ്ഡ് ആയിട്ട് ഇവളെ പാരന്റ്സും റിലേറ്റീവ്സും പറയണം, ഒന്നും നടക്കാത്ത പോലെ പറയണേ പോലീസിനോട്, ഞങ്ങളെ പറ്റി ഒന്നും കുറ്റം പറയല്ലേ എന്നുള്ളത് മാനിപ്പുലേറ്റ് ചെയ്ത്. അത് ഇവള് സമ്മതിച്ച് ഞാൻ പറയുന്നത്. പക്ഷെ അവര് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ എന്താവും എനിക്ക് അറിയില്ല, എന്റെ നിലനിൽപ്പ് എനിക്ക് നോക്കണമല്ലോ.
ഞാൻ പറഞ്ഞു എനിക്ക് ഇനി അവരോട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നെ മാറ്റണം പറഞ്ഞ് ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റി. പക്ഷെ അവിടെയും ഫോണൊന്നും കൊടുക്കരുത് എന്ന് വീട്ടുകാർ പറഞ്ഞതിന്റെ ഇതിൽ എനിക്ക് ഫോണൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു ഇന്ന സമയം ഇത്ര ഒരു ടൈമിനുള്ളിൽ ആ ഒരു ടൈം മാത്രമേ ഫോണ് കിട്ടത്തുള്ളൂ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് മാറി. പക്ഷെ അങ്ങോട്ട് മാറിയപ്പോ അവിടെയും കുറെ ഒറ്റക്ക് ആയിട്ടുള്ള ഒരാൾക്കാരാ. അപ്പൊ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഭയങ്കര അവിടെ ഉമ്മയൊക്കെ വന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയും കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അപ്പൊ ആരും ഇല്ലാന്നുള്ളൊരു തോന്നലൊക്കെ ആയിപ്പോയി. ഇവള് കോണ്ടാക്റ്റിൽ എന്തായി അറിയില്ല, സൗദിക്ക് കൊണ്ടുപോയോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ 8 ദിവസം പോയി. പക്ഷെ അതൊരു 8 വർഷത്തിന്റെ ഒരു ഇതായിരുന്നു എനിക്ക്. അതെ അതെ അതെ. ഈ ഒരു 8 ദിവസത്തിൽ അതിൽ ഇത്രയൊക്കെ ചിന്തിച്ചു എന്തൊക്കെയായിരിക്കും നൂറയ്ക്ക് വിട്ടത്. നൂറ എങ്ങനെയായിരുന്നു ലൈക് അതില് ഈ ഒരു 8 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നുകൊണ്ടേ ഇരിക്കുവാണല്ലോ, ഒരു ടെൻഷനും പേടിയൊക്കെ. നൂറ എങ്ങനെയാ സർവൈവ് ചെയ്തേ? ആക്ച്വലി ഞാൻ സർവൈവ് ചെയ്യാൻ നോക്കി. ഞാൻ ആ 8 ദിവസം എന്ന് പറയുന്നത് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. കരച്ചിലായിരുന്നു. ഫുൾ ടൈം കരച്ചില്ല. എനിക്ക് ഇവളെ പറ്റി എന്താ അറിയുന്നില്ല, കോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്തോ, ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെയുള്ള നല്ല ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കരഞ്ഞും ഞാൻ ഇവരെ കാല് പിടിച്ചിട്ട് പോലും ഇവര് ഫോണ് തരൂല. ഫോണ് തരുമോന്ന് വെച്ചാൽ പറയാ അത് പോലീസ് എടുത്തു വെക്കാൻ പറഞ്ഞിരിക്കുന്നു. ആർക്കും എടുക്കാം. എല്ലാരും കൂടെ ചേർന്ന് കളിക്കുന്ന കളിയാണിത്. അതെടുക്കാൻ പറ്റൂല. അതില ഓക്കെയാണ്. അങ്ങനെ ഞാന് ഭയങ്കര മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ടായിരുന്നു അവിടുന്ന്. ഞാൻ എങ്ങനെയല്ല പറഞ്ഞ ഞാൻ വീട്ടിലോട്ട് പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണെന്നൊക്കെ എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞതാണ്, ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി. പക്ഷെ അത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ അവര് കുറെ മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ ചേഞ്ച് ആക്കാൻ നോക്കി. അവിടെ ഒരു ഉസ്താദോ തങ്ങളോ ആരും ഉണ്ടായിരുന്നു. അയാളാണ് ആ ഒരു 8 days സംതിങ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്നോട്, ഒറ്റ സമയം പോലും ഇങ്ങനെ വിടാണ്ട് സംസാരിച്ചോണ്ടിരിക്കുക, ലൈക്ക് ചേഞ്ച് മൈ മൈൻഡ്. ഓക്കെ, ഇപ്പൊ ഇസ്ലാമിക് രീതിയിൽ ഒരു ഇത് തരുവാണ്, ഒരു പ്രീച്ച് തരുവാണ് മാറാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാനതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഓക്കെ പറഞ്ഞ് ഓക്കെ ഞങ്ങൾ പറയുന്നൊക്കെ കേൾക്കാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ സെറ്റാക്കി. അവസാനം എനിക്ക് ഓളെ കാണണം, ഓളെ വീഡിയോസ് റിട്രീവ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാലും ഓള് ചെയ്യുള്ളൂ, അങ്ങനെ അവസാനം ഞാൻ പോയി പറയാം, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം, ഓളെ കൂടെ ഞാൻ പോവില്ല, എനിക്ക് നേരിട്ടൊന്ന് കാണണം, ഞാൻ പറയാ റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ എത്തിയിട്ട് ഞാൻ കാല് മാറി വിളിച്ചാ പറഞ്ഞതോള്. അതും പക്ഷെ നടന്നില്ല. എന്നിട്ടാണ് കാരണം ഒരു ലാസ്റ്റ് ഒരു കച്ചിത്തുരുമ്പാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുക എന്ന് പറയുന്നത്. അവര് പറഞ്ഞ സംബന്ധിച്ചിട്ട് ആ ഒരു ടൈമില് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളും വർക്ക് ആയിട്ടാന്ന് പറഞ്ഞ് നിൽക്കണമല്ലോ, നല്ലതേ ഇപ്പം ആദ്യമൊക്കെ ഉമ്മമാര് മാത്രല്ല ഇത് അറിഞ്ഞിരുന്നത്, വാപ്പയുടെ ചെവിയിൽ എത്തിക്കാതെ അവര് തന്നെ സൂക്ഷിച്ചു. ഇപ്പം സാധാരണ പെൺകുട്ടികൾ എപ്പോഴും അച്ഛന്മാരായിട്ടാണ് ഭയങ്കര കണക്ഷൻ, അല്ലെങ്കിൽ അച്ഛന്മാർക്ക് പെൺകുട്ടികളെയാണ് ഭയങ്കര കാര്യം എന്നൊക്കെയാണല്ലോ. കൂടുതൽ ഒരു അഫെക്ഷൻ ഒക്കെ നമുക്ക് ലേഡീസിന് അച്ഛന്മാരോടാണ് തോന്നുന്നത് എന്നൊരു ടാഗ്ലൈൻ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പം ആ സമയത്തൊക്കെ വാപ്പമാരോട് എങ്ങനെയായിരുന്നു കണക്ഷൻ? ഈ എങ്ങനത്തെ ഉള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെ? എന്റേത് പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പ എന്നോട് ഓവർ സംസാരിക്കാറില്ല. ഓക്കെ, ഇഫ് ചെറുപ്പം തൊട്ടാണെങ്കിൽ പുള്ളി ഓവർ സംസാരിക്കില്ല, മക്കളോടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും പുള്ളിക്കില്ല. ജസ്റ്റ് എന്തെങ്കിലും സാധനം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ വാങ്ങിത്തരും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേണം അങ്ങനെ പറയുമ്പോൾ വാങ്ങിത്തരും, പ്രൊവൈഡ് ചെയ്യും. അല്ലാണ്ട് പുള്ളിയായിട്ട് നമ്മളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോടൊന്ന് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെ യാതൊരു സംഭവവും പുള്ളിക്കില്ല. പിന്നെ ഈ ഉമ്മ ആണ് മക്കളോടൊക്കെ അധികം സംസാരിക്കല്, പക്ഷെ അതും അത്ര ഓക്കെ അല്ലായിരുന്നു. അതിലേക്ക് എങ്ങനെയായിരുന്നു? ഫാദറായിട്ട് അറ്റാച്ച്ഡ് ഒക്കെ ആയിരുന്നു, പക്ഷെ ആ ഒരു സംഭവമൊക്കെ കാരണം പിന്നീട് അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണല്ലോ അത്ര അറ്റാച്ച്ഡ് ആയിട്ട് വെച്ചെന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് പപ്പ ഭയങ്കരമായിട്ട് റേസ് ആയതും കാര്യങ്ങളൊക്കെ. അതുവരെ നിങ്ങൾ ഭയങ്കര കമ്പനി പറഞ്ഞ ആള് പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മള് ആ ഒരു ഇതില് നമ്മളിപ്പോ മക്കളായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് കാട്ടിയാലോ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും ആ ഒരു ടൈമിലൊക്കെ. നമ്മള് വേറെ ആരും ഇല്ല, നമ്മള് അവരോട് എപ്പോഴും കാണണേക്കല്ലേ. ഒരു വീട്ടിൽ നമ്മളങ്ങനെ എനിക്കങ്ങനെ മുഖം കടിച്ചു പിടിച്ച് ഒരു എൻവയോൺമെന്റിൽ നിൽക്കാൻ പറ്റാത്ത ഒരാളാ. ഇങ്ങോട്ട് വന്ന് മിണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോയി മിണ്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നൂറയ്ക്ക് സിസ്റ്റേഴ്സ് അല്ലേ? ഒരു ബ്രദറാണ്. ഇപ്പൊ 2 സിസ്റ്റേഴ്സ് നൂറേനെ മനസ്സിലാക്കും എന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചു? അവരെങ്കിലും എന്റെ ഒപ്പം ഉണ്ടാവും അങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു? ഓല് മനസ്സിലാക്കും. എനിവേസ് ഇപ്പൊ പാരന്റ്സ് കാണുന്നത് എന്താണ്, ഓളന്റെ മോളാണെന്ന് പോലും നോക്കാണ്ട് കൊല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനും ഓലെ സിസ്റ്റർ തന്നെയാണ്. ഓക്കെ,
ഓൾക്ക് എന്തായാലും എന്താണ് ഓലെ മനസ്സിൽ എന്തായാലും ഞാനുണ്ടാവും ബിക്കോസ് ഐ വാസ് ദെയർ ഫോർ എ ലോങ് ടൈം വിത്ത് ദം. അപ്പോൾ ഓൾക്ക് എന്തായാലും ഓലെ മനസ്സിൽ ഉണ്ടാവും ആസ് എ സിസ്റ്റർ ഞാൻ എന്താ ഗോ ത്രൂ ചെയ്തെന്നൊക്കെ ഓല് കണ്ടതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഓല് മനസ്സിലാക്കും. നമ്മൾ കണ്ടിരുന്നു തൊട്ട് താഴെയുള്ള സിസ്റ്ററിനെ. ഓക്കെ ഓക്കെ. സിസ്റ്റേഴ്സ് ആയിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്? ഇപ്പൊ ഇല്ല. വീട്ടില് പ്രശ്നമായി നമ്മള്. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നൂറേനെ കാണാനും. പക്ഷെ പാരന്റ്സ് അവിടെ ഒരു ബാരിയർ ആയിട്ട് വരികയാണ്. ഓക്കെ ഓക്കെ. ഏറ്റവും അടുപ്പമുള്ള ഏത് സിസ്റ്ററിനോടായിരുന്നു? സെക്കൻഡ് സിസ്റ്റർ തൊട്ട് താഴെ ഏറ്റവും കാര്യങ്ങൾ ഷെയർ ചെയ്യും? എന്റെ തൊട്ട് താഴെ ഉള്ളത്. ഓക്കെ. ഡിഫറൻസ് ഇല്ല. ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. ഈവൻ റിലേഷൻഷിപ്പ് ഒക്കെ അറിയാം, പക്ഷെ റിലേഷൻഷിപ്പിന്റെ കാര്യം ഞാൻ അങ്ങനെ ഓളോട് പറയലില്ല. പക്ഷെ ഞാൻ പറയലുണ്ട് ഓളോട്. എന്തായാലും അവള് നമ്മള് കണ്ടപ്പോ പറഞ്ഞായിരുന്നു എന്നെ പിടിച്ച് പിന്നെ ഞാൻ അതിനെ പറ്റി ഒന്നും ബോധരെ, കാരണം എനിക്കറിയാം നീ പോകുന്നു. ഞാൻ ഓളോട് ആ വീട്ടില് ആരോടാണ് ഓപ്പൺ അപ്പ് ചെയ്തെന്ന് ചോദിച്ചില്ലേ, ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങും എന്തായാലും, കാരണം പാരന്റ്സിന്റെ ഈ ഒരു സ്റ്റേറ്റ് ആൻഡ് ഓൾ എനിക്ക് പറ്റൂല. ഞാൻ ഇവിടുന്ന് എന്തായാലും ഇറങ്ങും, എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം, എനിക്ക് വേണ്ടി ജീവിക്കണം. അപ്പോൾ ഓൾ പറയും യെസ് യു ക്യാൻ ഡു ഇറ്റ്സ് യുവർ ലൈഫ്. അത്രേ ഓള് പറയുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയൂല.